കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ കണ്ടു. ഒരുപാട് ഇഷ്ടം തോന്നി അദ്ദേഹത്തോട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഭയന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെന്താ വിചാരിക്കാന്ന് കരുതി നമ്മളൊന്നും പറയൂല, മൗനം പാലിക്കും. ഈ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല വ്യക്തിയാണ്, ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. പക്ഷേ മുഖത്ത് നോക്കി ആർജവത്തോടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് അതെല്ലാവർക്കും പറ്റുന്നതല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാവരും എന്താ അദ്ദേഹത്തെ ഇരട്ടച്ചങ്കനെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കൊടുത്ത വീഡിയോ ഒന്ന് കേട്ട് നോക്കൂ. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാണ്. ഇതുകൊണ്ടൊന്നും മാത്രമായിരിക്കും അദ്ദേഹത്തെ ഇരട്ടച്ചങ്കനെന്ന് പറയുന്നത്. ആരുടെ മുമ്പിലും പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുള്ള ആ ഒരു ആർജവം ഒരുപാട് ഇഷ്ടം തോന്നി അദ്ദേഹത്തെ. ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭ്രാന്തമായ നടപടികളാണ്. അവർക്കതിനു പറ്റിയ ചങ്ങാതി മറ്റൊരു ലോകതമ്മാടി ഇസ്രയേൽ. ഈ രണ്ടു കൂട്ടരും കൂടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഇതേ നിമിഷം താമസ സ്ഥലത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്നവര്, കൊല ചെയ്യപ്പെടുന്നവര് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. അമേരിക്ക. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. 10 വർഷം കഴിഞ്ഞു, ഇനി അദ്ദേഹം ഭരിക്കുമെന്നറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ നാട് ഭരിക്കാൻ ഇതുപോലുള്ള അന്തസ്സുള്ള, അഭിമാനമുള്ള, ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത മന്ത്രിമാർ വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.